തറാവീഹ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്രമിക്കൽ എന്നാണല്ലോ. അപ്പോൾ ഇത്രയും ദൈർഘ്യമേറിയ വിശ്രമിക്കാത്ത നിസ്കാരത്തിന് എങ്ങനെ ഈ പേരു കിട്ടി? അതൊരു യുക്തിപരമായ ചോദ്യമാണ്. കാരണം ഈ 20 റക്അത്ത് ഇങ്ങനെ ദൈർഘ്യമായി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. നിസ്കാരത്തിൻ്റെ പേര് വിശ്രമിക്കുന്ന നിസ്കാരം എന്നാണ്. ഇതിലെവിടെയാണ് വിശ്രമം എന്നാണ് ചോദിക്കുക. യഥാർത്ഥത്തിൽ ആ നിസ്കാരത്തിന് ഇങ്ങനെ പേര് വരാൻ തന്നെ കാരണം ഈ 2 റക്അത്ത് 4 റക്അത്തൊക്കെ കഴിഞ്ഞിട്ട് ദൈർഘ്യമേറി വിശ്രമിക്കുമായിരുന്നു മുൻഗാമികൾ. കാരണം അവിടെ നിസ്കാരത്തിന് അത്രയും ദീർഘമുണ്ടായിരുന്നു. ഒരു റക്അത്ത് എന്ന് പറയുന്നത് ഒരു 1.5 റക്അത്താണ്. നല്ല നീളമുള്ള സൂറത്തുകൾ ഓതി ശരിക്ക് ഖിയാമ്, ശരിക്ക് റുകൂസ്, ശരിക്ക് സുജൂദ് അതൊക്കെ ചെയ്ത് ഒരു 2 റക്അത്ത് പൂർത്തിയാവുക എന്ന് പറയുമ്പോൾ നല്ലൊരു പൂർത്തിയാകൽ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത 2 റക്അത്തിലേക്ക് പോവാണ്. അങ്ങനെ 4 റക്അത്ത് കഴിയുമ്പോൾ ഒരു വിശ്രമം, കുറേ സമയം ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ചാരിയിരുന്ന് ഒന്ന് കാലൊക്കെ നീട്ടി അങ്ങനെ വിശ്രമിക്കും. അതിനാണ് റാഹത്ത് തറാവീഹ് എന്ന് പറയുക. ആ വിശ്രമത്തിനാണ് തറാവീഹ് എന്ന് പറയുക. ഈ ചോദ്യകർത്താവ് ചിലപ്പോൾ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന 20 മിനിറ്റ് കൊണ്ട് 20 റക്അത്ത് നിസ്കരിക്കുന്ന പള്ളിയിലായിരിക്കും. അപ്പോൾ മൂപ്പര് വിചാരിച്ചിട്ടുണ്ടാവും, പടച്ചോനെ ഇതൊരു വിശ്രമമില്ലാത്ത നിസ്കാരമായിപ്പോയി, നിസ്കാരത്തിൻ്റെ പേര് വിശ്രമമൊന്നും ആയിപ്പോയില്ല റബ്ബേ, അതെന്താന്ന്. എന്നാൽ പിന്നെ ഏതായാലും അൽബയാനിൽ എഴുതി ചോദിക്കാം എന്ന് കരുതി ചോദിച്ചതാകാം. ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. തറാവിഹ് കൈകെട്ടുന്ന ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ റുക്കൂ സുജൂദൊക്കെ ഇങ്ങനെ തലകുത്തി മറിയലാണ്. അപ്പം അതിലൊന്നും അർത്ഥമില്ല. റമളാനിനെ ഒരു പ്രഹസനമാക്കാതെ ചെയ്യുന്നത് 2 റക്അത്താണെങ്കിലും അതിന് അതിൻ്റേതായ ഹുക്കുമും അദബും ഒക്കെ പാലിച്ച് ചെയ്താൽ വലിയ കൂലിയാണ് അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുക. പടച്ചോൻ അനുഗ്രഹിക്കട്ടെ.